കൂട്ടുകാരെ, ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സൂര്യൻ്റെ വിവാഹം. മാർച്ച് മാസത്തിലെ കടുത്ത വേനലിൽ ഉരുകി നിൽക്കുന്ന ഒരു ദിവസം. അന്ന് കാട്ടിൽ വലിയ ആഘോഷമായിരുന്നു. സൂര്യൻ്റെ വിവാഹ ദിവസമാണിന്ന്. ചെറിയ കാര്യം വല്ലതുമാണോ? പല ഭാഗത്തും ആഘോഷങ്ങൾ നടക്കുന്നു. കൂട്ടത്തിൽ വെള്ളം മിക്കവാറും വറ്റിയ ഒരു ചളിക്കുണ്ടിലെ തവളകളും ആഹ്ലാദിച്ച് തിമിർക്കുകയാണ്. എന്നാൽ ഒരു കിഴവൻ തവള മാത്രം അതിലൊന്നും പങ്കുകൊണ്ടില്ല. അല്പം കഴിഞ്ഞ് ആ കിഴവൻ തവളയുടെ ക്ഷമയെല്ലാം നശിച്ചു. അത് ഒരു പാറക്കഷ്ണത്തിൽ കയറി നിന്ന് കൂട്ടുകാരോടായി ഉറക്കെ പറഞ്ഞു, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ നിലവിളിച്ച് ആഹ്ലാദിക്കുന്നത്? ഈ കുളവും അടുത്ത കുളങ്ങളുമൊക്കെ വറ്റിച്ചു തീർക്കാൻ ഒരു സൂര്യൻ തന്നെ എത്രയോ അധികമാണ്. അങ്ങനെയുള്ള സൂര്യനാണ് ഇപ്പോൾ വിവാഹം കഴിക്കുന്നത്. കിഴവൻ അല്പമൊന്ന് നിർത്തി മറ്റ് തവളകളുടെ മുഖത്തേക്ക് നോക്കി. അവർക്കൊന്നും മനസ്സിലായില്ല. അവരൊന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ വീണ്ടും കിഴവൻ തവള തുടർന്നു, നോക്കൂ, അടുത്ത വർഷം മറ്റൊരു കുട്ടി സൂര്യൻ കൂടി ഉണ്ടാകുമെന്ന വിചാരം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായോ? സൂര്യനും കുട്ടി സൂര്യനും കൂടി വന്നാൽ നമ്മുടെ ഗതി എന്തായിരിക്കും? ഇപ്പം സൂര്യൻ മാത്രമായിട്ട് കുളങ്ങളും മറ്റും വറ്റി വരണ്ട് വെള്ളമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ട് സൂര്യനായാലോ? ഇത് വിഡ്ഢികളായ നിങ്ങളിൽ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇത് കേട്ട് തവളകളെല്ലാം സ്തംഭിച്ചു നിന്നു. അവർ തങ്ങളുടെ ആഘോഷങ്ങളെല്ലാം മതിയാക്കി. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? അടുത്തു വരുന്ന ആപത്തിനെ കാണാതെ ബുദ്ധിയില്ലാത്തവർ ആഹ്ലാദിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.